empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ദെബോറയെ കുറിച്ചായിരുന്നു. വളരെയേറെ ഉത്തരവാദിത്വങ്ങൾ കർത്താവ് ഏൽപ്പിച്ച ഒരു വ്യക്തിത്വം. തന്റെ ഓരോ ഉത്തരവാദിത്വവും വളരെ ഭംഗിയായി കർത്താവിനോട് ചേർന്ന് അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റി നമ്മെ കാണിച്ചു തന്നവളാണ് ദെബോറ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, അവളുടെ ആ ഉത്തരവാദിത്വങ്ങളെല്ലാം നിറവേറ്റാൻ ഒരു ന്യായാധിപ എന്ന നിലയിലും, പ്രവാചക എന്ന നിലയിലും, യോദ്ധാവ് എന്ന നിലയിലും, കുടുംബിനി എന്ന നിലയിലും അവൾ ഒരു പോയറ്റസ് ആയിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഈ രീതിയിലെല്ലാം തന്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ അവൾക്ക് ബലമായി തീർന്നത് കർത്താവായിരുന്നു. കർത്താവിന്റെ വചന വാഗ്ദാനങ്ങളിലുള്ള അവളുടെ ഒരു ഉറപ്പായിരുന്നു. കർത്താവിന്റെ വഴികൾ ഗ്രഹിച്ചതിന്റെ ആ ഒരു ആത്മവിശ്വാസമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സങ്കീർത്തകനായ ദാവീദ് ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 20-ാം സങ്കീർത്തനം 7-ാം തിരുവാക്യം: ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. ഇസ്രായേലിന്റെ രാജാവായിരുന്ന സാധ്യതകൾക്കോ അവസരങ്ങൾക്കോ ഒന്നും ഒരു കുറവുമില്ലാതിരുന്ന ദാവീദ് രാജാവ് പറയുകയാണ്, എന്റെ ബലം, എന്റെ അഭിമാനം എന്ന് പറയുന്നത് എന്റെ കർത്താവാണെന്ന്. ഇതേ ഒരു ഉറപ്പോടെയാണ് ദെബോറയും നമ്മുടെ മുൻപിലായിരിക്കുക. തന്റെ ബലം, തന്റെ ശക്തി, തന്റെ ആശ്രയം കർത്താവാണെന്ന് ദെബോറയും നമ്മോട് വിളിച്ചു പറയുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കും ഈ ഒരു ഉറപ്പ് ഏറ്റെടുക്കാം. നമ്മുടെ കർത്താവിനോട് പറയാം, ഈ ലോകത്തിലെ അധികാരങ്ങൾക്കോ സമ്പത്തിനോ ഒന്നുമല്ല കർത്താവെ, ഞങ്ങൾ ആശ്രയിക്കുന്നത് അങ്ങിലാണ്. അങ്ങാണ് ഞങ്ങളുടെ ബലം, അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ എന്ന് നമുക്ക് ഏറ്റു പറയാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഇന്നത്തെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആ ഒരു കർത്തൃത്വം ഏറ്റു പറഞ്ഞുകൊണ്ട് ഏക മനസ്സോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലേ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവരാജ്യം പണിയാം. ആത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവരാജ്യം പണിയാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്ന് വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്ന് വേല ചെയ്യുവാൻ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങാണ് ഞങ്ങളുടെ ശക്തി. പരിശുദ്ധാത്മാവിന്റെ പെൺമഴയാണ് ഞങ്ങളുടെ ബലം. ഞങ്ങൾ ഏറ്റു പറയുകയാണ്, ഞങ്ങൾ അതിൽ വിശ്വസിക്കുകയാണ്. കർത്താവേ, അത് മാത്രമാണ്, അങ്ങയുടെ ശക്തിയാണ്. സൈന്യമോ മറ്റു ബലങ്ങളോ ഒന്നുമല്ല, അങ്ങാണ് ഞങ്ങളുടെ ശക്തി എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾ നയിക്കുന്നതിനായി കർത്താവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്തിനായി കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവ് മാത്രം ആശ്രയമായി ഞങ്ങളെ ജീവിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലും ഇത് അഭിഷേകമായി മാറുവാൻ, കർത്താവ് ബലമായി മാറുവാൻ
അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ദാവീദ് രാജാവും ദബോറയും ഒക്കെ ഏറ്റുപറഞ്ഞ ആ കാര്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുവാനായി യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദബോറയിലൂടെ കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങളെ കുറിച്ച് കാണുകയുണ്ടായി. ന്യായാധിപന്മാരുടെ പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളിലാണ് ദബോറയെ കർത്താവ് നമ്മുടെ മുൻപിൽ പഠിപ്പിച്ചു തരുന്നത്. അതിൽ 5ആം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദബോറ തന്നിലൂടെ കർത്താവ് പ്രവർത്തിച്ച ആ ഒരു വലിയ കാര്യത്തെ പ്രതി, തന്നിലൂടെ ഇസ്രായേലിന്റെ ശത്രുക്കളെ മുഴുവൻ നീക്കി അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം നൽകിയ ആ ഒരു വലിയ സംഭവത്തെ ഓർത്ത് ദബോറയും ബാറക്കും ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്ന ആ ഒരു സ്തുതി ഗീതമാണ് 5ആം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 5ആം അധ്യായത്തിൽ 1 മുതൽ 31 വരെയുള്ള തിരുവാക്യങ്ങൾ എല്ലാം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവർ പാടുന്ന ഗീതമാണ്. അതിന്റെ ഹെഡിങ് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ഹെഡിങ്ങിൽ പറയുന്നത് ദബോറയുടെ കീർത്തനം എന്നാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ദബോറ ഒരു സോങ് റൈറ്റർ ആയിരുന്നു. ഈ ഒരു ഗാനം, അതിന്റെ ഒരു പോയറ്റിക് രീതി തന്നെ നോക്കിയാൽ ആ ആദ്യ ഹീബ്രു ആ ഒരു പോയട്രിയുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അതിന്റെ ഒരു പെർഫെക്ഷൻ ആയിട്ടാണ് പണ്ഡിതന്മാർ ഈ ഒരു പോയത്തെ എടുക്കുന്നത്. ദബോറ ഒരു തികഞ്ഞ കർത്താവിനാൽ നയിക്കപ്പെട്ട ഒരു സോങ് റൈറ്റർ ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുവാനായി പോകുന്നത് ദബോറ തന്റെ നന്ദി പ്രകാശനത്തിനായി ആലപിച്ച ഈ ഒരു ഗാനം, ഈ ഒരു സ്തുതി ഗീതം, അതിൽ എന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് നമ്മൾ നന്ദിയുള്ളവരാകണമെന്ന്. നമ്മളാണെങ്കിൽ പോലും മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എപ്പോഴും എന്തെങ്കിലും ലഭിക്കുമ്പോഴൊക്കെ താങ്ക്സ് പറയണമെന്ന്. നമ്മളും അതുപോലെ ചെയ്യുന്നവരാണ്. എന്നാൽ കർത്താവിനോട് നമ്മൾ എത്രമാത്രം നന്ദിയുള്ളവരാണ്? അതാണ് ഇന്ന് ദബോറയിലൂടെ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. ഈ ഒരു വിജയം നൽകി കഴിഞ്ഞപ്പോൾ അവിടെ അധ്വാനിച്ചതെല്ലാം ഇസ്രായേലിലെ ആ ഒരു ആർമിയായിരുന്നു. അവർ കർത്താവിനോട് ചേർന്ന് യുദ്ധം ചെയ്തു. എന്നാൽ അവർ സർവ മഹത്വവും കൊടുക്കുന്നത് കർത്താവിനാണ്. അവർ 1-ാം വാക്യത്തിൽ തന്നെ നമുക്കത് വ്യക്തമാകും. 5ആം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അന്ന് ദെബോറയും അബിനോവാമിന്റെ പുത്രൻ ബാരക്കും ഇങ്ങനെ പാടി, നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ. അവർ അവിടെ ചെയ്തതിനെല്ലാം കർത്താവിനെ വാഴ്ത്തുവിൻ എന്ന് അവർ പറയുന്നത്. അതിന്റെ മുഴുവൻ കർത്തൃത്വം അവർ കർത്താവിനാണ് ഏൽപ്പിക്കുന്നത്. അവിടെ യുദ്ധത്തിന് അണിനിരന്ന എല്ലാ നേതാക്കന്മാർക്കായും യുദ്ധത്തിൽ നേതൃത്വം നൽകിയ എല്ലാവർക്കായും ഇവർ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇതേ രീതി തന്നെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. അവിടെ മോശയുടെ നേതൃത്വത്തിൽ അവർ ഈജിപ്തിൽ നിന്ന് കടന്നു വരികയാണ്. അപ്പോഴാണ് ചെങ്കടൽ അവർക്ക് മുൻപിൽ വലിയൊരു തടസ്സമായി നിൽക്കുന്നത്. അവിടെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ആ ഒരു അത്ഭുതം ഏറ്റുവാങ്ങിയ ശേഷം ഉടനെ തന്നെ ആ ചെങ്കടൽ കടന്ന ഉടനെ തന്നെ മോശയും ഇസ്രായേൽ ജനം മുഴുവനും എന്താണ് ചെയ്തത്? നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം അവിടെ 1-ാം തിരുവാക്യം. മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു.
കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും. എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ 2 വാക്യങ്ങൾ മോശയും ഇസ്രായേൽക്കാരും ചേർന്ന് പാടിയതാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ദബോറയും ബാറക്കും ചേർന്ന് പാടിയത് മുന്നേ നമ്മൾ കേട്ടു. ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അവിടെ സർവ മഹത്വവും അതിന്റെ ഫുൾ ക്രെഡിറ്റും അവർ കർത്താവിന് നൽകുകയാണ്. തങ്ങൾ വെറും ഉപകരണങ്ങൾ മാത്രമാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. അവിടെ എല്ലാം ചെയ്തത് കർത്താവാണെന്ന് അവർ ഏറ്റുപറയുകയാണ്. ഇതാണ് സഹോദരങ്ങളെ കൃതജ്ഞത പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. കർത്താവിന് നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ നന്ദികളിൽ വസിക്കുന്ന, അതിനു വേണ്ടി കൊതിച്ചിരിക്കുന്ന ദൈവമൊന്നുമല്ല അവിടുന്ന്. പക്ഷേ നമ്മൾ നന്ദി പറയുമ്പോൾ ഞാൻ ഒന്നുമല്ല, കർത്താവെ അങ്ങാണ് ഇതെല്ലാം ചെയ്തത് എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. നമ്മൾ ഒന്നുമല്ലെന്ന് നമ്മൾ ഏറ്റുപറയുകയാ. നമുക്ക് തന്നെ അതിൽ വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ ആ നിസ്സാരത അതിൽ തന്നെ നമുക്ക് വ്യക്തമാവുകയാണ്. നമ്മൾ നേടിയെടുത്ത അല്ലെങ്കിൽ നമ്മളിലൂടെ ലഭിച്ച ആ കാര്യങ്ങൾ അത് എന്റെ വകയൊന്നുമല്ല, കർത്താവ് തന്നതുകൊണ്ടാണ്. അതാണ് നന്ദി പറയുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രയോജനം. കർത്താവിന് സർവ മഹത്വവും നമ്മൾ കൊടുക്കുകയാണ്. അങ്ങാണ് ഇത് ചെയ്തത്, ഞാൻ വെറും ഒരു ഉപകരണം മാത്രമാണ്. ഈ ഒരു ചിന്തയുണ്ടെങ്കിലാണ് സഹോദരങ്ങളെ ആത്മീയതയിൽ കർത്താവിനോട് ചേർന്ന് നമുക്ക് പോകുവാനായി സാധിക്കുകയുള്ളൂ. ഇത് തന്നെ ഇന്ന് ആരംഭത്തിൽ നമ്മൾ പാടിയതും, കർത്താവിന് സർവ്വസ്ഥാനവും കൊടുക്കുക, കർത്താവിന് സർവ മഹത്വവും കൊടുക്കുക. ഇത് തന്നെ ദാവീദ് രാജാവിന്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് രാജാവ് കർത്താവിന്റെ പേടകം ശത്രുക്കൾ കൊണ്ടുപോയിരുന്നു. എന്നാൽ അതിൽ യുദ്ധം ചെയ്ത് ആ പേടകത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു സന്തോഷ സമയത്ത് ദാവീദ് രാജാവ് എന്താ ചെയ്തേ? സ്വയം ആ ക്രെഡിറ്റ് ഏറ്റെടുക്കുകയല്ല ചെയ്തത്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം അവിടെ 6-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ ദാവീദ് രാജാവ് ഏറ്റു പറയുകയാണ്, കർത്താവിന്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. അതെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. ദാവീദ് രാജാവ് ആ ഒരു വിജയത്തിന്റെ, ആ ഒരു നേട്ടത്തിന്റെ എല്ലാ ക്രെഡിറ്റും കർത്താവിന് കൊടുത്തുകൊണ്ട് പറയുകയാണ്, കർത്താവിന്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യുകയാണ്. സർവ മഹത്വവും കർത്താവിനാണെന്ന് ദാവീദ് രാജാവും ഇവിടെ ഏറ്റു പറയുകയാണ്. ഇവരെല്ലാം നമുക്ക് വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്ന പാഠം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടിയാലും അത് കർത്താവില്ലാതെ നമുക്ക് ലഭിക്കുമോ? കർത്താവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്തും നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടപ്പെടുന്നത്. അതിനായി എപ്പോഴും നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം. കർത്താവിന് ആ മഹത്വം കൊടുക്കണമെന്നാണ് ഇവരെല്ലാവരും, ദബോറയും മോശയും ഇസ്രായേൽ ജനവും ദാവീദ് രാജാവും എല്ലാം ഇത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. അവിടെ 4-ാം അധ്യായം 15-ാം തിരുവാക്യം ഇപ്രകാരമാണ് പറയുന്നത്, അങ്ങനെ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. കൂടുതൽ കൃപ സമൃദ്ധമാകുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന പൗലോസ്ലിഹ പറയുന്നത്? ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടണം. സർവ മഹത്വവും കർത്താവിന് കൊടുക്കണം. ഇത് തന്നെയാ പരിശുദ്ധ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നത്. കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് സർവ മഹത്വവും കർത്താവിനെ ഏൽപ്പിക്കുക. നമ്മൾ യാതൊരു മഹത്വത്തിനും യോഗ്യതയുള്ളവരല്ല. എത്രമാത്രം നമ്മൾ അധ്വാനിച്ചാലും അധ്വാനിക്കുന്നത് എന്തുകൊണ്ടാ? കർത്താവ് നമുക്ക് ബലം തരുന്നത് കൊണ്ടാ, കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാ. സർവ മഹത്വവും എപ്പോഴും കർത്താവിനായിരിക്കണം. അതുപോലെ തന്നെ നന്ദി പറയുമ്പോഴുള്ള മറ്റൊരു മേന്മ, മറ്റൊരു നന്മ ഇവിടെ ദബോറ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നന്ദി പറയുമ്പോൾ മറ്റുള്ളവരിലേക്ക് കർത്താവിന്റെ ആ പ്രവൃത്തിയുടെ ആ വലിപ്പത്തെ, ആ ഒരു ശ്രേഷ്ഠതയെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അവർക്കത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. കർത്താവാണ് ഇവിടെ പ്രവർത്തിച്ചതെന്ന ബോധ്യം
മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. ഇവിടെ ദബോറ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. രാജാക്കന്മാരെ കേൾക്കുവിൻ, രാജാക്കന്മാരെ കേൾക്കുവിൻ, പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ, പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ. കർത്താവിന് ഞാൻ കീർത്തനം പാടും, കർത്താവിന് ഞാൻ കീർത്തനം പാടും. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടി പുകഴ്ത്തും, ഞാൻ പാടി പുകഴ്ത്തും. സകല രാജാക്കന്മാരും പ്രഭുക്കന്മാരും കേൾക്കാനായി ദബോറ ഉറക്കെ വിളിച്ചു പറയുകയാണ്, സകല മഹത്വവും കർത്താവിനാണെന്ന്, കർത്താവിനെ ഞാൻ പാടി പുകഴ്ത്തുമെന്ന്, കർത്താവാണ് ഞങ്ങൾക്ക് വിജയം നൽകിയതെന്ന്. ഇത് സകല രാജാക്കന്മാരും കേൾക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇസ്രായേൽ ക്യാമ്പിൽ നടക്കുന്നതെല്ലാം പുറം ലോകം അറിഞ്ഞിരുന്നു. കാരണം അവരെ നയിക്കുന്ന കർത്താവിന്റെ ശക്തിയെ അവരെപ്പോഴും പാടി പുകഴ്ത്തിയിരുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഈ നന്ദി പറയുന്ന ഇസ്രായേൽക്കാരുടെ സ്വഭാവം മൂലം ലോകത്ത് മറ്റു വിജാതിയരുടെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശുദ്ധ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ, ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ കർത്താവ് പൊരുതി എന്ന് കേട്ടപ്പോൾ, കർത്താവ് പൊരുതി എന്ന് കേട്ടപ്പോൾ ചുറ്റുമുള്ള ജനതകളെയെല്ലാം, ചുറ്റുമുള്ള ജനതകളെയെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ഭയം ബാധിച്ചു, ദൈവത്തെക്കുറിച്ചുള്ള ഭയം ബാധിച്ചു. അതെങ്ങനെയാ ചുറ്റുമുള്ള ജനതകൾ അറിഞ്ഞത്? അവർ കർത്താവിന് സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ കർത്താവിനെ നന്ദി പറഞ്ഞു വാഴ്ത്തുകയാണ്. നമ്മൾ കണ്ടു, ഇവരെല്ലാവരും വിജയത്തിന് ശേഷം അവർ സമൂഹം ഒന്നിച്ച് കർത്താവിനെ സ്തുതിച്ചു വാഴ്ത്തുകയാണ്. ഇത് പുറം ലോകത്തേക്ക് എത്തുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് നന്ദി പറയുമ്പോൾ, പരസ്യമായി കർത്താവിനെ നന്ദി പറഞ്ഞ് ഏറ്റു പറയുമ്പോൾ, മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു പാഠമുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതെല്ലാം ചെയ്തത് എന്റെ കർത്താവാണ്, കർത്താവ് ഉള്ളത് കൊണ്ടാണ് എനിക്കിത് ലഭിച്ചത്, കർത്താവാണ് എന്നെ നയിച്ചത്. അത് അവരുടെ മുൻപിൽ നമ്മൾ വലിയ സാക്ഷ്യമായി മാറുകയാണ്. അതാണ് ഇസ്രായേൽ ജനത നമുക്ക് കാണിച്ചു തരുന്നത്. ദബോറ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും ഒക്കെ വിളിച്ചു പറയുകയാണ്, കർത്താവാണ് ഞങ്ങളെ നടത്തിയതെന്ന്. ദബോറയുടെ ഈ ഒരു മാതൃക നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ കർത്താവിനെ നല്ല ധൈര്യത്തോടെ നമുക്ക് ഏറ്റു പറയാനായി ഒരുങ്ങാം. കർത്താവിന് പരസ്യമായി നന്ദി പറയാൻ നമുക്ക് ഒരുങ്ങാം. അതുപോലെ തന്നെ ഇവിടെ ദബോറ കാണിച്ചു തരുന്ന മറ്റൊരു കാര്യമാണ്, താൻ എന്തിൽ നിന്നാണോ മോചനം പ്രാപിച്ചത്, ഇപ്പോൾ ഇവിടെ കാനാന്യരുടെ ആ വലിയൊരു അടിമത്തത്തിൽ നിന്ന്, അവർ ചെയ്തു കൂട്ടിയ ആ പീഡനങ്ങളിൽ നിന്നെല്ലാം അവർ മോചിക്കപ്പെടുകയാണ്. ദബോറ ഈ ഒരു വിജയത്തിന് ശേഷം പരസ്യമായി താൻ എന്തിൽ നിന്നാണോ മോചിക്കപ്പെട്ടത് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റു പറയുകയാണ്. ഇത്രയധികം വലിയ കഷ്ടതയിൽ നിന്ന് ആ കഷ്ടതയെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദബോറ അത് ഏറ്റു പറയുകയാണ്. എന്തിൽ നിന്നാണോ തങ്ങൾ മോചനം പ്രാപിച്ചത് അത് എണ്ണി എണ്ണി പറഞ്ഞ് അവർ കർത്താവിന് നന്ദി പറയുകയാണ്. ഇവിടെ 5-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവാക്യങ്ങളിലാണ് നമുക്കത് കാണുവാനായി സാധിക്കുക. അവർക്ക് യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിൽ വലിയ ഒരു കഷ്ടപ്പാടിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരുന്നേ. അവരുടെ നിത്യമായ ആവശ്യങ്ങൾ ഒന്നും നിറവേറ്റാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ആ ഒരു അവസ്ഥകളൊക്കെ ദബോറ ഏറ്റു പറയുകയാണ്. അതിൽ നിന്നെല്ലാം തങ്ങളെ രക്ഷിച്ച കർത്താവിന് നന്ദി പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സങ്കീർത്തകനായ ദാവീദ് നമ്മോടൊരു കാര്യം പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 77-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങളിലൂടെ ദാവീദ് രാജാവ് നമ്മോടൊരു ആഹ്വാനം നടത്തുന്നുണ്ട്. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും. ദാവീദ് രാജാവ് പറയുകയാണ്, ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും. പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ, പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും. ഞാൻ അനുസ്മരിക്കും. ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും. കർത്താവ് പണ്ട് ചെയ്ത കാര്യങ്ങൾ അനുസ്മരിക്കും, അതിനെപ്പറ്റി ധ്യാനിക്കും എന്ന രാജാവ് പറയുന്നത്. ഇന്നലെ നടന്ന അല്ലെങ്കിൽ ഇന്ന് ചെയ്ത കാര്യത്തെ കുറിച്ചല്ല, പണ്ട് ചെയ്ത കാര്യങ്ങൾ വരെ
വളരെ ഡീറ്റെയിൽഡ് ആയി അനുസ്മരിച്ച് ഓർത്തെടുത്ത് അതിനെല്ലാം നന്ദി പറയുന്ന ദാവീദ് രാജാവിനെ നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ദബോറയും എന്താ നമുക്ക് കാണിച്ചു തരുന്നത്? എന്തിൽ നിന്നാണ് തങ്ങൾ മോചിക്കപ്പെട്ടതെന്ന് ഓർത്തോർത്ത് അവർ നന്ദി പറയുകയാണ്. ഇസ്രായേൽ ജനം എപ്പോഴും ഇത് ചെയ്യുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരെ നമുക്കത് കാണുവാനായി സാധിക്കും. തങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മോചിപ്പിച്ച കർത്താവിനെ എണ്ണി എണ്ണി പറഞ്ഞ് അവർ നന്ദി പറയുന്നുണ്ട്. ഈജിപ്തിലെ ഓരോ കഷ്ടതകളിൽ നിന്നും തങ്ങളെ കാത്ത കർത്താവിന് അവർ എണ്ണി എണ്ണി നന്ദി പറയുകയാണ്. ഇതെല്ലാം നമുക്ക് നൽകുന്ന പാഠം എന്താണ് പ്രിയമുള്ളവരെ? കർത്താവ് ചെയ്ത കാര്യങ്ങളെല്ലാം, പണ്ട് മുതൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് നന്ദി പറയുന്ന ആ ഒരു സ്വഭാവം അത് നമുക്ക് ഉണ്ടാകണമെന്നല്ല ഇതിലൂടെ എല്ലാം കർത്താവ് പറയുന്നത്. നല്ല കാര്യങ്ങൾക്ക് മാത്രമല്ല, കർത്താവ് വീണ്ടും ഇവിടെ ദബോറയിലൂടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദബോറയുടെ ഈ ഒരു കീർത്തനം ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗിലെയാദ് ജോർദാൻ അപ്പുറം തങ്ങി, ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചത് എന്തുകൊണ്ട്? ആശേർ കടൽ തീരത്ത് നിശ്ചലനായി ഇരുന്നു, തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു. ഇവിടെ ഗിലെയാദും ദാനും ആശേറും ഈ ഗോത്രങ്ങളെല്ലാം ഈ യുദ്ധത്തിന് ഇവരോടൊപ്പം വന്നിട്ടില്ലായിരുന്നു, ഇവരോട് സഹകരിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ ഇവരെ പ്രതിയൊക്കെ ദബോറ തുടർന്ന് കർത്താവിനെ വാഴ്ത്തുന്നുണ്ട്. ആ ഒരു പ്രതികൂലത്തെ പ്രതി ദബോറ കർത്താവിനെ വാഴ്ത്തുകയാണ്. നല്ലതിൽ മാത്രമല്ല, നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രതികൂലങ്ങളിലും കർത്താവിനെ വാഴ്ത്തുന്ന ദബോറയെ കർത്താവ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്കൊന്ന് വരാം. ദാനിയേൽ പ്രവാചകൻ അവിടെ തികച്ചും വിപരീതമായ എതിരായ ഒരു അന്തരീക്ഷത്തിലാണ് അവിടെ ആയിരിക്കുക. ആ ഒരു സമയത്ത് ദാനിയേൽ പ്രവാചകൻ ചെയ്ത ഒരു കാര്യമുണ്ട്. അവിടെ 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം. താൻ മുൻപ് ചെയ്തിരുന്നതുപോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ചുറ്റും പ്രതികൂലങ്ങളാണ്, എതിരുകളാണ്, വധഭീഷണിക്ക് മുൻപിൽ വരെ ആയിരിക്കുന്ന സമയമാണ്. ദാനിയേൽ പ്രവാചകൻ എന്താ ചെയ്തേ? എന്നും ചെയ്തിരുന്നത് പോലെ 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. തന്റെ ജീവിതത്തിലെ എല്ലാത്തിനെയും ഓർത്ത് അനുദിനം 3 പ്രാവശ്യം സ്ഥിരമായിട്ട് നന്ദി പറയുന്ന ദാനിയേൽ പ്രവാചകനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹ നമുക്കൊരു ആഹ്വാനം നൽകുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അവിടെ 5-ാം അധ്യായത്തിലെ 18-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നല്ലത് വരുമ്പോൾ മാത്രമല്ല, വിജയങ്ങൾ വരുമ്പോൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കാനാ പൗലോസ് ശ്ലീഹായിലൂടെ പരിശുദ്ധ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. കർത്താവിന്റെ ഈ ഒരു ആഹ്വാനം നമ്മൾ ഏറ്റെടുക്കണം പ്രിയമുള്ളവരെ. എല്ലാറ്റിലും നന്ദി പറയാൻ, വന്നുപോയ എല്ലാ കാര്യങ്ങളും ഓർത്തോർത്ത് നന്ദി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് അവിടത്തേക്ക് മഹത്വം കൊടുക്കുന്നതിനാണ്. സർവമഹത്വവും കർത്താവിനാണെന്ന് ഏറ്റു പറയുന്നതിനാണ്. നമ്മുടേതായ യാതൊരു യോഗ്യതയുമല്ല ഇതെല്ലാം നേടിത്തന്നത് കർത്താവാണെന്നാണ് നമ്മൾ ഏറ്റു പറയുന്നത് ഈ നന്ദി പറയുന്നതിലൂടെ. വീണ്ടും പൗലോസ്ലീഹ പറയുന്നുണ്ട്, കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൽ 17-ാം തിരുവാക്യം, നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവിനോടുള്ള ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കണം. ഇതാണ് പരിശുദ്ധ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് സാധിക്കാത്തത് കർത്താവിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് സാധിക്കും.
സാധിക്കുമെന്ന് ഇവരെല്ലാം നമുക്ക് തെളിവ് തന്നു കഴിഞ്ഞല്ലോ. ഇവരുടെ എല്ലാം ജീവിതം എന്തിനാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്? പ്രതികൂലങ്ങളുടെ മുൻപിലും വിജയത്തിന്റെ മുൻപിലും പഴയ കാലങ്ങൾ ഓർത്തൊക്കെ നന്ദി പറയുന്നവരെ നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ ഇത് പാലിക്കുന്നുണ്ട്? എത്രമാത്രം കർത്താവിന് നന്ദി പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മുടെ ചുറ്റുമുള്ള ഓരോ കാര്യത്തിനും നമ്മൾ നന്ദി പറയാൻ കടപ്പെട്ടവരല്ലേ? നമ്മുടേതായ കഴിവ് കൊണ്ടോ നമ്മുടേതായ ഒരു കപ്പാസിറ്റി കൊണ്ടോ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? കർത്താവ് നൽകിയത് കൊണ്ട് മാത്രമല്ലേ നമുക്ക് ഇതെല്ലാം ഉള്ളത്. നന്മകൾക്ക് മാത്രമല്ല, നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, നമുക്ക് തെറ്റെന്ന് തോന്നുന്നതൊക്കെ സംഭവിക്കുമ്പോഴെല്ലാം നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാനാ പരിശുദ്ധ വചനം പറയുന്നത്. നമ്മുടെ ആ കർത്തൃത്വം അപ്പോൾ നമ്മൾ കർത്താവിനെ ഏൽപ്പിക്കുകയാണ്, കർത്താവിന് ഭരം ഏൽപ്പിക്കുകയാണ്. പിന്നെ കർത്താവ് അവിടെ നോക്കിക്കോളും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദബോറയിലൂടെ മറ്റു പലരിലൂടെയും ഇന്ന് കർത്താവ് നൽകിയ ഒരു ആഹ്വാനം, നന്ദിയുള്ളവരായിരിക്കാനുള്ള ഈ ഒരു ആഹ്വാനം നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനെയും ഓർത്തും നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് നമുക്ക് ഇപ്പോൾ തന്നെ നന്ദി പറഞ്ഞ് ആരംഭിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ രാജാവിനെ നമുക്ക് നന്ദി പറഞ്ഞ് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾ അനുനിമിഷം കൈപിടിച്ച് നടത്തുന്ന സ്തോത്രം പാടിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ, നിനക്ക് സ്തോത്രം പാടിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. സന്താപകാലത്തും സന്തോഷകാലത്തും, സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എന്റെ നാവ് നിന്നെ വാഴ്ത്തുമേ. എപ്പോഴും എന്റെ നാവ് നിന്നെ വാഴ്ത്തുമേ. ദൈവമേ, നിനക്ക് സ്തോത്രം പാടിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ, നിനക്ക് സ്തോത്രം പാടിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്താപകാലത്തും സന്തോഷകാലത്തും എല്ലാം കർത്താവെ, ഞങ്ങളെങ്ങനെ ഒന്നുപോലെ നന്ദി പറഞ്ഞ് ആരാധിക്കുകയാണ്. ഈശോയെ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തെ ഓർത്ത്, ഞങ്ങൾക്കങ്ങ് നൽകിയിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും ഓർത്ത് നന്ദി ഈശോയെ. ഇതുവരെയും ഞങ്ങളെ പരിപാലിച്ച സ്നേഹത്തെ ഓർത്ത്, പണ്ട് മുതലേ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയെ നന്ദി. നീ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹം ഓർക്കുമ്പോൾ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹം ഓർക്കുമ്പോൾ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും. സ്തോത്രയാഗം എന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗം എന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ, നിനക്ക് സ്തോത്രം പാടിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ, നിനക്ക് സ്തോത്രം പാടിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ഒരായിരം നന്ദി ഈശോയെ. ഞങ്ങൾ അനുനിമിഷം അങ്ങ് നയിക്കുന്നതിനെ ഓർത്ത് കർത്താവെ നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അളവില്ലാത്ത നന്മകളെ ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് നൽകുന്ന മറ്റൊരു ആഹ്വാനവുമായി വീണ്ടും നമുക്ക് ഒരുമിച്ച് വരാം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഷെക്കേന ടീമിനെ ഓർക്കണം, പ്രിഷില്ലയെ ഓർക്കണം. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് ചേർന്ന് നമ്മുടെ ഈ യാത്രയിൽ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 6803
652. Empowering women in Christ.